കൊച്ചു കൂട്ടുകാർക്ക് നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മൾ ഇന്ന് ഒരു പ്രവൃത്തി പഠന ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പൂച്ചക്കുഞ്ഞിനെ ഇഷ്ടമാണല്ലോ. അപ്പൊ നമുക്ക് ഒരു വികൃതിയായ പൂച്ചക്കുഞ്ഞിനെ നിർമ്മിച്ചാലോ? ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് ടീച്ചർ പറഞ്ഞു തരാം. ഇത് ക്രാഫ്റ്റ് പേപ്പറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പേപ്പർ എടുത്താൽ മതി. കത്രിക, പശ, പിന്നെ ഒരു സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട്. ഇതൊരു കുപ്പിയുടെ മൂടിയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കോമ്പസ് ഉപയോഗിക്കാം. അപ്പം നിങ്ങൾ ഇനി എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ആദ്യം നമ്മൾ ഈ എടുത്ത പേപ്പറിനെ കട്ട് ചെയ്ത് അതിന് തല വെക്കാനും കാല് വെക്കാനും ഒക്കെ ആയിട്ട് കട്ട് ചെയ്ത് ഇതിനെ മാറ്റണം. അപ്പോൾ ഈ പേപ്പർ ആദ്യം ഇതൊന്ന് നീളത്തിൽ കട്ട് ചെയ്യുക. നീളത്തിലെടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു 28 സെൻറ്റിമീറ്റർ നിങ്ങൾ അളക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 7 സെൻറ്റിമീറ്റർ അളക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നീളവും വീതിയും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതാക്കുകയും വലുതാക്കുകയും ഒക്കെ ചെയ്യാം. ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 5 സെന്റിമീറ്റർ നീളവും 5 സെന്റിമീറ്റർ വീതിയുമായിട്ട് ഒരു സമചതുരാകൃതിയിൽ ഒരു പേപ്പർ മുറിച്ചെടുക്കണം. ഇത് നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ചെറുതായിട്ട് ഒരു കഷ്ണം പേപ്പർ മുറിച്ച് മാറ്റണം. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ചെറിയൊരു കഷ്ണം കൂടി വേണം. അതൊന്ന് ഇത്ര നീളത്തിനൊന്ന് വെട്ടിയെടുക്കണം. ഇനി നമുക്ക് ഈ മൂടി ഉപയോഗിച്ച് ഒരു വൃത്തം വരച്ചെടുക്കണം. ഇനി നമുക്കിതിന് ഒരു ചെവി വരച്ചു കൊടുക്കണം. അത് ഈ വൃത്തത്തിന്റെ സൈഡിൽ തന്നെ എന്ത് ചെയ്യണം? ഒരു റാ ഷേപ്പിൽ ഒരു ചെവി വരയ്ക്കുക. റാ എഴുതാൻ അറിയാലോ. അതേ അളവിൽ നിങ്ങളൊരു ചെവി വരച്ചു കൊടുത്തിട്ട് ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ മടക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ വരച്ചു കൊടുത്ത അടയാളത്തിന്റെ പുറത്തുകൂടി എന്ത് ചെയ്യണം? കട്ട് ചെയ്ത് മാറ്റണം. ഇവിടെ എത്തുമ്പോൾ നമ്മൾ വരച്ച ചെവി ഉണ്ടല്ലോ, ആ ചെവിയുടെ അങ്ങോട്ട് പോണം. ഇങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം മുറിഞ്ഞു പോകും. അത് സൂക്ഷിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇത് നമുക്ക് കാലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേപ്പർ എടുത്തത്. ഇത് നമുക്ക് അതിന്റെ വയറുണ്ടാക്കുന്നതിനും ഇത് തലയ്ക്ക് വേണ്ടിയിട്ടുമാണ്. ഇനി നമുക്കിതിന് കണ്ണും മൂക്കൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് നമ്മൾ കണ്ണും മൂക്കും ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്, ചെവിയൊക്കെ വരച്ചു. ഇനി നമുക്കിതിന് കാലും കൈയൊക്കെ വെട്ടിയെടുക്കണം. അതിന് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പേപ്പർ എടുക്കാം. കണ്ടല്ലോ, ഈ പേപ്പർ എടുത്തത് ഇങ്ങനെ മടക്കുക. എന്നിട്ട് നിങ്ങളിതിൽ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം.
ഇത് ഇവിടുന്ന് വെട്ടണം. ഇപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. അടുത്ത് മാറ്റി വെച്ച പേപ്പർ ഇതുപോലെ എടുത്ത് എന്ത് ചെയ്യണം, ഇങ്ങനെ മടക്കുക. അതിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. നിങ്ങൾക്ക് റാ എഴുതാൻ അറിയാലേ, അപ്പൊ അതില് അതുപോലെ ഒരു ഷേപ്പിന് വേണം ഇത് വരച്ചു കൊടുക്കാൻ. ഇത് നമുക്ക് വെട്ടാം. ഉണ്ടല്ലോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒട്ടിച്ചെടുക്കാം. അപ്പം അതിനാദ്യം നമ്മളെടുത്ത നീളത്തിലുള്ള പേപ്പർ എടുക്കണം. എന്നിട്ട് അതിങ്ങനെ നേർ പകുതിയാക്കി കൊണ്ടുവരിക. കണ്ടല്ലോ. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഫെവിക്കോൾ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇതാ ഈ പേപ്പർ വേണം എന്ത് ചെയ്യാൻ, ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പം നമുക്ക് ഇതിങ്ങനെ കിട്ടും. ഇനി നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന കാലുകളിൽ യോജിപ്പിച്ചു കൊടുക്കാം. ആദ്യം നിങ്ങൾ ഈ ചെറിയ ഇതുണ്ടല്ലോ, ചെറിയ പീസ് ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യണം, ഇതിങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിവിടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ഒട്ടിച്ചു. ഇനി അടുത്ത് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്നത് രണ്ട് കാല്, അതിങ്ങനെ ഒന്ന് മുറിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇവിടുന്ന് ഇങ്ങനെ ചരിച്ചു വെക്കുക. കണ്ടല്ലോ. ഇതും ഇപ്പുറത്തെ സൈഡിൽ അതിൻ്റെ മറു സൈഡിലേക്ക് ചരി. കണ്ടോ. ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു രൂപത്തിൽ കിട്ടും. ഇനി ഇതിൻ്റെ തല വെച്ച് കൊടുക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു ചെറിയൊരു കഷ്ണം പേപ്പർ മുറിച്ച് വെച്ചില്ലേ, ആ പേപ്പർ എടുത്ത് ഇതിങ്ങനെ ഒന്ന് ആദ്യം ഇങ്ങനെ ഒന്ന് മടക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇതിനെ ഒന്ന് മടക്കി ബാലൻസ് പേപ്പർ ഒന്ന് മടക്കി ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് ഇതിനെ ഒന്ന് ഷേപ്പാക്കണം. ഉണ്ടല്ലോ. നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇതിനെ നമുക്കിവിടെ പശ വെച്ച് തേച്ചിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഇവിടെ ഒട്ടിച്ചു കൊടുത്തു. നമുക്ക് പൂച്ചയുടെ തല വെച്ച് കൊടുക്കണം അല്ലേ. അപ്പം അതിന് ഇവിടെ പശ തേച്ചിട്ട് നമുക്ക് അതിൻ്റെ പുറത്തേക്ക് തൊട്ടിച്ചു കൊടുക്കാം. കണ്ടല്ലോ. ഇതിപ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഉണ്ടോ. ഇത് സ്പ്രിങ് പോലെ നമ്മളിങ്ങനെ അനക്കി കൊടുക്കുന്നേരം ഇത് അനങ്ങുന്നുണ്ടല്ലേ. അപ്പൊ കണ്ടല്ലോ, നമ്മൾ നല്ലൊരു പൂച്ചക്കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പൊ എല്ലാവർക്കും നന്ദി. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം.